ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. നമസ്കാരം. സരസ്വതീ നിൻ ചരണാരവിന്ദം ശിരസിൽ വച്ചിട്ടഥ കുമ്പിടുന്നേൻ, പഠിച്ചതൊന്നും പിഴയാതിരിപ്പാൻ വരപ്രസാദം തരികൻ്റെ തായേ. സരസ്വതിയെ മനസ്സ് സ്മരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ടത് വിശ്വാമിത്രൻ്റെ യാഗം മുടക്കാൻ എത്തുന്ന രാക്ഷസന്മാർ, അവരെ നേരിടുന്ന ശ്രീരാമനും ലക്ഷ്മണനും. അതാണ് വിശ്വാമിത്രൻ്റെ യാഗം മുടക്കൽ എന്ന് പറയുന്ന ഭാഗം. ഈ യാഗം അദ്ദേഹം നടത്തുന്നത് പിതൃക്കൾക്ക് വേണ്ടിയാണ്. അങ്ങനെ ഒരു യാഗത്തിനെയാണ് മാരീചനും സുബാഹുവും എന്ന് പറയുന്ന രണ്ട് രാക്ഷസന്മാർ വന്ന് കലക്കുന്നത്. എന്താണ് ഈ പിതൃക്കൾക്ക് വേണ്ടിയുള്ള യജ്ഞം എന്ന് പറയുന്നത്? ഇപ്പോൾ യജ്ഞം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരുമിച്ചുള്ള പൂജ എന്നാണ്. യാഗം, യജ്ഞം, ഇതൊക്കെ ഒന്നിനർത്ഥം. നിരവധി ആളുകൾ ഒത്തുചേർന്ന് പൂജിക്കുന്നതിനാണ് യജ്ഞം എന്ന് പറയുന്നത്. അപ്പോൾ നിരവധി ആളുകൾ ഒത്തുചേർന്ന് നടത്തുന്ന ഈ പൂജയെ നശിപ്പിക്കാൻ രണ്ട് രാക്ഷസന്മാർ വന്നിട്ട് അവർ രക്തവും മാംസവുമാണ് വലിച്ചെറിയുന്നത്. അയ്യോ, എല്ലാ ഇതിനും ഹോമം കാണുമല്ലോ, അതിലോട്ട് ഇവർ വലിച്ചെറിയാണ്. അത് വിശ്വാമിത്രന് പോലും തടഞ്ഞു നിർത്താൻ പറ്റുന്നില്ല. എന്താണ് ഇതിൻ്റെ സിംബോളിക് അർത്ഥം? പിതൃക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ മുൻപ് ഉള്ള ആളുകൾ, മരിച്ചുപോയ ആളുകൾ, നമ്മുടെ ഭൂമിയെ അവകാശമാക്കിയിരുന്ന നമ്മുടെ ആളുകൾ, അവരിപ്പോൾ മരിച്ചുപോയി. ഈ പിതൃക്കൾക്ക് വേണ്ടിയാണ് വിശ്വാമിത്രൻ ഈ യാഗം ചെയ്യുന്നത്. അപ്പോൾ പിതൃക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ 3 തലമുറയിൽപ്പെട്ട പിതൃക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ കർക്കിടക മാസത്തിൽ യജ്ഞം ചെയ്യുന്നത്, അതായത് പിതൃബലിയൊക്കെ ചെയ്യണം. സന്യാസിമാർ 5 തലമുറയിൽപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യും. ഈ 3 തലമുറയിൽപ്പെട്ട ജ്ഞാതവും അജ്ഞാതവുമായ എല്ലാ പിതൃക്കൾക്കും വേണ്ടി നമ്മൾ
പൂജ ചെയ്യുന്നു, അവരെ ബഹുമാനിക്കുന്നു. അതായത് മുമ്പുള്ള ആളുകൾ നമുക്ക് തന്നിട്ട് പോയതാണ് ഇതെല്ലാം. ഇന്ന് നമ്മൾ ചുറ്റും കാണുന്നത് മുഴുവൻ നമ്മളുണ്ടാക്കിയല്ല, നമ്മൾ ആസ്വദിക്കുന്ന ഒന്നും നമ്മളുണ്ടാക്കിയല്ല. നമ്മളിന്ന് ഉച്ച കഴിക്കുന്ന ആഹാരം പോലും നമ്മളുണ്ടാക്കിയതല്ല. പണ്ട് ഏതോ മഹാന്മാരായ ആളുകൾ കട്ടത്തറയായിരുന്ന ഭൂമിയെ വെട്ടി വെട്ടി വയലാക്കിയെടുത്ത് അതിൽ നിന്ന് ഉണ്ടാകുന്ന നെല്ലിൽ നിന്നാണ് നമ്മൾ ആഹാരം കഴിച്ചിരിക്കുന്നത്, അല്ലേ? എന്തും നമ്മുടെ അറിവ്, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ലൈറ്റ്, ഫാന്, ഫോൺ എല്ലാം വേറെ ആരോ സൃഷ്ടിച്ചാണ്. അവരാരും ഇന്ന് ഭൂമിയിലില്ല. പക്ഷേ അവർ തന്ന കാര്യങ്ങൾക്ക് ആ കാര്യങ്ങളോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. രാമായണം മുമ്പ് ജീവിച്ചിരുന്ന ഒരാൾ നമുക്ക് തന്നാലേ നമ്മുടെ എന്തും. അപ്പോൾ ഭാരത സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ പിതൃക്കളോട് വലിയൊരു ബഹുമാനം കാണിക്കും. അതായത് നമ്മുടെ സംസ്കാരത്തോട് നമ്മൾ അങ്ങേയറ്റം ബഹുമാനം കാണിക്കണം. ഏറ്റവും വലിയ ഒരു ദോഷമെന്ന് പറയുന്നത് സ്വന്തം സംസ്കാരം എന്തെന്ന് മനസ്സിലാക്കാതെ മറ്റ് സംസ്കാരങ്ങളുടെ പിറകിൽ നടക്കുന്നതാണ്. അതിനെപ്പറ്റി രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞത്, നെല്ല് കൂടിക്കിടക്കുന്നു പത്തായത്തിൽ, എന്നിട്ട് അതെടുത്ത് അരിയാക്കി ചോറാക്കി കഴിക്കാൻ വയ്യ. അതിന് പകരം എന്തു ചെയ്യും? അയൽവക്കക്കാരൻ്റെ എച്ചിൽ കുഴിയിൽ എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അത് തിന്നുകൊണ്ട് വലിയ ആളായിട്ട് നടക്കും. ഇതാണ് ഭാരതീയൻ്റെ ഏറ്റവും വലിയ ശാപമെന്ന് രവീന്ദ്രനാഥ് ടാഗോർ പറയുന്നു. അത്ര മഹത്തായ ഒരു സംസ്കാരത്തെ നമ്മൾ വിട്ടുകളയുന്നു. ആ സംസ്കാരമൊന്നും വേണ്ട, ഈ രാജ്യമൊന്നും വേണ്ട, ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്കൊന്നും എനിക്കും ചെയ്യാൻ പറ്റില്ല, എനിക്ക് അമേരിക്കയിലും കാനഡയിലും ഒക്കെ പോകണമെന്ന് പറഞ്ഞ ഇതാണ്. ഇതൊന്നും പോരാ, ഈ നാടിന് വേണ്ടി ജീവിക്കേണ്ട. പണ്ട് വിവേകാനന്ദ സ്വാമി ഒരു ആളെങ്ങനെ കണ്ടുമുട്ടി, ഒരു കപ്പലിൽ വെച്ചു, ചെറുപ്പക്കാരൻ. അദ്ദേഹം ജപ്പാനിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തോട് വിവേകാനന്ദ സ്വാമി നീ എന്തിനാണ് ജപ്പാനിൽ പോകുന്നത്? അവിടെ പോയി വ്യവസായം തുടങ്ങാം അല്ലേ, എന്താ നിനക്ക് ഭാരതത്തിൽ വ്യവസായം തുടങ്ങിക്കൂടാ? ഇവിടുത്തെ ആളുകളെ എന്തുകൊണ്ട് നീ പുനരുദ്ധരിക്കുന്നില്ല എന്ന് ചോദിച്ചു. അതാണ് അദ്ദേഹത്തിൽ മാറ്റം വരുത്തിയത്. ആ മനുഷ്യനാണ് രത്തൻ ടാറ്റയുടെ അച്ഛൻ, ടാറ്റ, മുതുമുത്തച്ഛൻ ടാറ്റ. അദ്ദേഹം തിരിച്ച് ഭാരതത്തിൽ നിന്നിട്ട് ചെയ്താണ് ഈ ടാറ്റ എന്ന് പറയുന്ന ബിസിനസ് മുഴുവൻ. അപ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ സംസ്കാരത്തിന് വേണ്ടി, നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി അവർ തന്ന സംഭാവനകളോട് നന്ദി കാണിക്കുകയും അതിനെ നിലനിർത്തുകയും വേണം. അതായത് നമ്മുടെ സംസ്കാരത്തിൻ്റെ മണിമുത്തുകൾ ഒന്നാണ് നമ്മൾ അത് നിലനിർത്തണം. മറ്റ് സംസ്കാരങ്ങളുടെ പിറകെ നമ്മൾ പോകരുത്. ഇതാണ് വിശ്വാമിത്രനിലൂടെ നമ്മൾ വിശ്വാമിത്രൻ്റെ യാഗത്തിലൂടെ പറയുന്നത്. പക്ഷേ അതിനെ മുടക്കുന്ന ആരാണ്? എന്തുകൊണ്ടാണ് നമ്മൾ മറ്റ് സംസ്കാരങ്ങളുടെ പുറകെ അല്ലെങ്കിൽ ഭൗതിക സംസ്കാരത്തിൻ്റെ പുറകെ ഇങ്ങനെ പോകുന്നത്? അതിൻ്റെ കാരണം അവരുടെ ആകർഷണത്വം. നോക്കൂ, ഇവിടെ ഈ ഹോമം നടക്കുമ്പോൾ എന്താണ് കൊണ്ടിടുന്നത്? മാംസവും രക്തവും, അല്ലേ? മാംസം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് മാംസം എന്ന് പറയുന്നത്. മാംസനിബദ്ധമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ ഹഠാത് ആകർഷിക്കുന്ന ഭൗതിക കാര്യങ്ങൾ, അതിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെട്ടു പോകും. എനിക്ക് അവിടെ പോകണം, എനിക്ക് പണം ഉണ്ടാക്കണം, എനിക്ക് ഏറ്റവും നല്ല കാറിൽ സഞ്ചരിക്കണം, ഫേസ്ബുക്കിൽ എൻ്റെ ഫോട്ടോ ഇടണം, ഇതൊക്കെയാണ് നമ്മൾ ആകർഷിക്കുന്നത്. അല്ല, നമ്മളിവിടെ കഷ്ടപ്പെട്ട് ഈ സംസ്കാരത്തെ നിലനിർത്തണം, അത് നമുക്ക് തോന്നില്ല. എങ്ങനെ തോന്നും? മരീചൻ, അല്ലേ? മാരീചൻ വന്നിട്ട് നമ്മളെ നശിപ്പിക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജഗത് മിഥ്യ ബ്രഹ്മം സത്യം എന്ന് നമ്മുടെ മഹർഷിമാർ പറഞ്ഞപ്പോൾ എന്തൊരു കളിയാക്കലായിരുന്നു. ഒരുപാട് ഈ യുക്തിവാദികളെന്നൊക്കെ പറയുന്നവരതിന് ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട്. പൊട്ടന്മാരാണ് ഇവന്മാരെന്താണ്, കണ്ണു വന്ന കാണുന്നത് സൂര്യനില്ലേ, നക്ഷത്രങ്ങളില്ലേ, ഈ ചുവരല്ലേ എന്നൊക്കെ പറഞ്ഞു. എന്താണ് ഇങ്ങനെ പറയുന്നത്? പക്ഷേ ഇനി അവർ പറയില്ല. കാര്യം ക്വാണ്ടം ഫിസിക്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടല്ല, 10, 25, 30 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യമുണ്ട്. ഈ പ്രപഞ്ചം സത്യമല്ല, ഇത് നമ്മുടെ തോന്നലുകൾ മാത്രമാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ചോദിച്ചൊരു പ്രധാന ചോദ്യമുണ്ട്. ആകാശത്തിലെ ചന്ദ്രൻ നോക്കിക്കൊണ്ട് അദ്ദേഹം മറ്റ് ശാസ്ത്രജ്ഞന്മാരോട്, പ്രത്യേകിച്ച് ക്വാണ്ടം ഫിസിക്സിൻ്റെ ശാസ്ത്രജ്ഞന്മാരോട്, നെയിൽ ബോറിനെ പോലുള്ള ആളുകളോട് ഒരു വലിയ മീറ്റിംഗ് വെച്ച് ചോദിച്ചു, ഞാൻ ഈ ചന്ദ്രനെ കാണുന്നു, ഈ ചന്ദ്രൻ ഇല്ലേ? അപ്പം അദ്ദേഹം പറഞ്ഞു, ഇല്ല, അതങ്ങയുടെ തോന്നലാണ്. അങ്ങ് നോക്കുന്നു, അതുകൊണ്ട് മാത്രമാണ് ഈ ചന്ദ്രനുള്ളത്. ഞെട്ടിത്തെറിച്ചു പോകും നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞാൽ. പക്ഷേ എന്ത് ചെയ്യാം, തെറിച്ചിട്ട് കാര്യമൊന്നുമില്ല. വ്യക്തമായിട്ട് ക്വാണ്ടം ഫിസിക്സ് എന്ന ശാസ്ത്രശാഖ സ്ഥാപിച്ചു കഴിഞ്ഞു. ഈ പ്രപഞ്ചം വെറും മിഥ്യയാണ്, തോന്നലാണ്. ശാസ്ത്രജ്ഞന്മാർ ഒരുപാട് നിരാശപ്പെടുത്തി അവർ കണ്ടുപിടിക്കും. പക്ഷേ അന്ന് മഹർഷിമാർ അത് അവരുടെ അഗാധമായ ടാലൻറ്റിലൂടെ കണ്ടുപിടിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഈ നമ്മുടെ ഭൗതിക വാസനകളുടെ പിറകെ നമ്മൾ പോകുന്നതിനെ പിടിച്ചു നിർത്തുന്നതാണ് ഭാരത സംസ്കാരം. അതിനെ നശിപ്പിക്കാൻ, പിതൃക്കൾ തന്ന ആ വേദങ്ങളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി മാംസവും രക്തവും കൊണ്ടുകൊടുക്കുന്നു, അല്ലേ? മാംസവും രക്തങ്ങളും ഒക്കെയാണല്ലോ നമ്മുടെ ബന്ധങ്ങൾ. അതിനെ തടഞ്ഞു നിർത്താൻ ശ്രീരാമൻ വില്ലുമായിട്ട് നിൽക്കുന്നു, യുദ്ധം തുടങ്ങുന്നു. മാരീചൻ അമ്പ് കൊണ്ട് ഓടുന്നു. ഈ മാരീചൻ താടകയുടെ മകനാണ്. താടക എന്ന് വെച്ചാൽ അഹങ്കാരത്തിൻ്റെ ശക്തിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ദണ്ഡകവനം നശിപ്പിച്ച ആളാണ് താടകം. ഒരു
ഒരു പാവം സ്ത്രീയെയാണ് ശ്രീരാമൻ അമ്പ് കൊണ്ട് കൊന്നതാദ്യം എന്നൊക്കെ പറയുന്നവരുണ്ട്. ഇതൊക്കെ സിമ്പിൾസാണ്. താടക എന്ന് പറയുന്ന രാക്ഷസി, ദണ്ഡകൻ എന്ന് പറയുന്ന രാജാവ് കെട്ടിപ്പൊക്കിയ അതിസുന്ദരമായൊരു നഗരത്തെ നശിപ്പിച്ച് കാടാക്കിയ ഒരു ആളാണ്. മഹർഷിമാരൊക്കെ പിടിച്ച് തിന്നവരാണ്. ഒരുപാട് പേരെ വധിച്ച്, അതായത് താടക എന്നുണ്ട് ഇഗ്നറൻസ്, നമ്മുടെ അറിവില്ലായ്മ. ഈ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ പാപങ്ങൾ ചെയ്യുന്നത്. അല്ല വാൽമീകിയുടെ അറിവില്ലായ്മ കൊണ്ടല്ലേ പാപങ്ങൾ ചെയ്യുന്നത്. അപ്പം പാപം ഒരു തെറ്റല്ല, പക്ഷേ പാപം ആണെന്ന് മനസ്സിലാക്കിയിട്ടും അത് തന്നെ ചെയ്യുന്നത് തെറ്റാണ്. അപ്പോൾ താടകയുടെ മകനാകുമ്പോൾ പിന്നെ എങ്ങനെ ഇരിക്കും? ഇഗ്നറൻസിൽ നിന്ന് പുറത്തു വരുന്നതാണ്, അജ്ഞതയിൽ നിന്ന് പുറത്തു വരുന്നതാണ് ഈ മായ. അദ്ദേഹം അമ്പ് അയക്കുന്നു, മാരീചൻ ഓടുന്നു. മാരീചൻ ഓടി എല്ലായിടത്തും ചെല്ലുന്നു എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ. പക്ഷെ പറ്റുന്നില്ല. അവസാനം ശ്രീരാമനോട് തന്നെ വന്ന് യാചിക്കുന്നു, എന്നെ കൊല്ലരുതേ എന്ന്. അങ്ങനെ ശ്രീരാമൻ മോചിപ്പിക്കുന്ന ഒരാളാണ് മാരീചൻ. സുബാഹു, നല്ല ശരീരം, ഇതാണ് അർത്ഥം. നമുക്ക് ശരീരത്തോടുള്ള ഭയങ്കര ഒരു അട്രാക്ഷൻ. ജിമ്മിലൊക്കെ പോയി ബോഡിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പലതരം ഫോട്ടോ ഒക്കെ എടുത്തിടുന്നില്ലേ? സുബാഹുവാണ് ഈ കാര്യം. എന്നെന്നും ജീവിച്ചിരിക്കുന്നതാണോ ഇത്? ഒരു ദിവസം കത്തിച്ച് കളയേണ്ടതല്ലേ? ഏറ്റവും വലിയ സുന്ദരിമാർ പോലും കത്തിപ്പോയിട്ടില്ലേ ലോകത്ത്, അല്ലേ? ഏറ്റവും സുന്ദരി എന്ന് പറഞ്ഞ ആൾ പോലും തീയിൽ കത്തി നാശമായി പോകും, അല്ലെങ്കിൽ മണ്ണിനടിയിൽ അലിഞ്ഞു പോകും. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് കാലം മാത്രം സൂക്ഷിക്കേണ്ട ഒരു വസ്ത്രം മാത്രമാണ്. ഒരു ദിവസം ഈ കളേബരം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? കാലത്തിന് കൊടുക്കേണ്ട അമ്പരം, വസ്ത്രം. ഇത് കാലത്തിന് കൊടുക്കണം, കൊടുത്തിട്ട് പോകണം. അങ്ങനെയുള്ള ഈ ശരീരത്തെക്കുറിച്ചുള്ള ഞാൻ അതിസുന്ദരനാണ് എന്ന് പറഞ്ഞ് നടക്കുന്നതിനെയാണ് ഈ ഭാവത്തെയാണ് സുബാഹു എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും കൂടെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ശ്രീരാമനും ലക്ഷ്മണനും കൂടെ രണ്ടുപേരെയും പരാജയപ്പെടുത്തുന്നു. സുബാഹു മരിക്കുന്നു. എന്നിട്ട് അവർ മുന്നോട്ട് പോകുന്നു. വിശ്വാമിത്രൻ അവരോട് പറയുന്നു, എനിക്ക് വളരെ സന്തോഷമായി, നിങ്ങൾ നന്നായി യുദ്ധം ചെയ്തു, തിന്മകളെ തോൽപ്പിച്ചു. ഇനി നമുക്ക് ഒന്ന് രണ്ട് സ്ഥലത്തും കൂടെ പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ടുപോകുന്നത് കാമാശ്രമത്തിലേക്കാണ്. ആലോചിച്ചു, വളരെ വളരെ ശ്രദ്ധയാണ്. പക്ഷേ കാമാശ്രമം എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് വാല്യം പറയുന്നില്ല. പക്ഷേ കാമദേവൻ അങ്ങ് ചുട്ട് കരിഞ്ഞ് വീഴുന്നൊരു കഥയുണ്ടല്ലോ. പാർവതിയും ശിവനെയും തമ്മിൽ ഭ്രമിപ്പിക്കാൻ കാമദേവൻ അമ്പ ചെയ്യുന്നതും, അദ്ദേഹം പരമേശ്വരൻ മുക്കൊണ്ണ് തുറന്ന് നോക്കി കാമദേവനെ ദഹിപ്പിക്കുകയും ചെയ്യുന്നൊരു സംഭവമുണ്ട്, എല്ലാവർക്കും അറിയുന്നൊരു സംഭവം. അത് നടന്ന ആ സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അതായത് കാമത്തെ എങ്ങനെ നിയന്ത്രിക്കണം എന്ന കാര്യങ്ങൾ വിശ്വാമിത്രൻ നന്നായിട്ട് ഉപദേശിച്ചു കൊടുക്കും. നിങ്ങൾക്കറിയാലോ, വിശ്വാമിത്രനാണ് ഇത് ഉപദേശിക്കാൻ പറ്റിയ ആൾ. കാര്യം ഇന്ദ്രൻ പദം വേണമെന്നോർ തപസ്സയിട്ട് അവസാനം മേനക എന്ന് പറഞ്ഞ് ആ വാക്ക് നോക്കും. മേനക, മേനിയുടെ അഴക്. ആ മേനകയുടെ അഴക് കണ്ടപ്പോൾ പൊളിഞ്ഞു പോയി തപസ്. അതാണ് വിശ്വാമിത്രൻ. അനുഭവസ്ഥനല്ലേ സത്യത്തിൽ പറയേണ്ടതല്ലേ, ഉപദേശിക്കേണ്ടത്. അദ്ദേഹം ശ്രീരാമനോടും ലക്ഷ്മണനോടും എന്താണ് ഉപദേശിക്കുന്നത് വാൽമീകി ഇതിനകത്തില്ല. പക്ഷേ കാമദേവാശ്രം എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും അതൊക്കെ മനസ്സിലാക്കാം. അവിടെ നിന്ന് പോകുന്നത് അഹല്യയുടെ മോക്ഷത്തിലേക്കാണ്. കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരനീ വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമമുനി ഗംഗാരോധസി നല്ലൊരാശ്രമത്തിങ്കലത്ര മംഗലം വർദ്ധിച്ചിടും തപസാ വാഴും കാലം ലോകേശൻ നിജസുതയായുള്ളൊരഹല്യയ ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമ മുനീന്ദ്രനു കൊടുത്തു വിധാത കൗതുകം പൂണ്ടു ഭാര്യാ ഭർത്താക്കന്മാരായവർ ഭർതൃ ശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും. ഹരേ തന്നുടെ പത്നിയായോരഹല്യയോടും ചേർന്നു പർണശാലയിലത്ര വസിച്ചു ചിരകാലം. രാമ
ചിന്താർവാണാർത്തി കൊണ്ട് സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രീ രൂപം ചിന്തിച്ചനം ഗാന്ധനായി വന്നാനല്ലോ അന്തരാത്മനി വിബുധേന്ദ്രനും അതിനിപ്പോളന്തരം വരാതേരന്തരമെന്തെന്നോർത്തു ലോകേശാത്മജസുതനന്ദനനുടെ രൂപം നാഗനായകൻ കൈക്കൊണ്ടന്ത്യയാമാദീങ്കൽ സന്ധ്യാവന്ദനത്തിന് ഗൗതമൻ പോയ നേരമന്തരാപുക്കാനുടജാന്തരെ പരവശാൽ സുത്രാമാവഹല്യയെ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തന്നുദയമൊട്ടടുത്തിയിലെന്നു കണ്ടു ബദ്ധസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു വൃത്രാരാധിക്ക് മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ വിത്രസ്തനായത്രയും വേപഥ പൂണ്ടു നിന്നാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. എന്താണ് അഹല്യയുടെയും ഗൗതമൻ്റെയും കഥ? വളരെ രസകരമായ കഥയാണ്. ഇന്ന് പോലും ലോകത്തിൽ വളരെ നമ്മൾ കാണുന്നൊരു സംഭവമാണ്, ഇന്ന് നടക്കുന്നൊരു സംഭവമാണ്. എന്താണ്? അഹല്യയെ മറ്റൊരാൾ പ്രാപിച്ചു. അഹല്യ എന്ന് പറഞ്ഞാൽ ആ അഹല്യ എന്നുള്ള വാക്കിൻ്റെ അർത്ഥത്തിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ തന്നെ ലോകത്തെ ഏറ്റവും സുന്ദരി എന്നാണ്. അതിസുന്ദരി, അല്പം പോലും വൈരൂപ്യമില്ലാത്തവൾ, കൽമഷമില്ലാത്തവൾ, അതാണ് അഹല്യ. ബ്രഹ്മാവ് സൃഷ്ടിച്ചിട്ടുള്ള സുന്ദരിമാരിൽ ഏറ്റവും സുന്ദരിയായിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു സുന്ദരി എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ്റെ സുഭദ്രയാണ്, സഹോദരി. ഇത് പിന്നെ പാഞ്ചാലി, അങ്ങനെ കുറച്ചാളുള്ളൂ. അഹല്യ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ ഇന്ദ്രൻ അത് കണ്ടു. ഇന്ദ്രൻ അല്ലെങ്കിൽ തന്നെ അഹല്യ കണ്ടിട്ട് മോഹം. ഇന്ദ്രൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാണ്, ഇന്ദ്രിയങ്ങളാണ് നമ്മുടെ കണ്ണ്, ഇതൊക്കെ കൂടെ അല്ലേ കാമം നമ്മളിൽ ഉണ്ടാകുന്നു. കാണുമ്പോൾ കാമം സ്പർശിച്ചാൽ കാമം, ഗന്ധം വരുമ്പോൾ കാമം. അപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമുക്ക് തരുന്ന കുറേ പ്രോഗ്രാംസാണ് ഈ കാമം എന്ന് പറയുന്നത്. അത് ഉള്ളിൽ കിടക്കും, അത് ഉള്ളിൽ കിടന്നിട്ട് നമ്മളെ ഓപ്പറേറ്റ് ചെയ്യും. അപ്പോൾ അഹല്യയുടെ ശരീരം കണ്ടിട്ട് വളരെ മോഹിതനായി ആര് വരുന്നു? ഇന്ദ്രൻ വരും. ഇന്ദ്രൻ കൂട്ടുപിടിക്കുന്നത് ചന്ദ്രനെയാണ്. അത് രസകരമാണ്. ചന്ദ്രനാണ് നമ്മുടെ മനസ്സിൻ്റെ അധികാരി. മനസ്സിൽ ഭ്രമമുണ്ടാക്കുന്ന ആളാണ് ചന്ദ്രൻ. ചന്ദ്രൻ ചെന്നിട്ട് അർദ്ധരാത്രി ഒരു കോഴിയെ പോലെ കൂന്നു. ഈ കോഴി എന്നുള്ള ആളുകൾ ഇപ്പോൾ പറയുന്നത് ഇതുകൊണ്ടാണെന്ന് അറിയില്ല, അതായിരിക്കാം ചിലപ്പോൾ. കോഴിയെ പോലെ കൂന്നു. അപ്പോൾ ഗൗതമൻ അയ്യോ പുലർച്ചെ എത്തിപ്പോയോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തത്രപ്പെട്ട് എണീറ്റ് സന്ധ്യാവന്ദനത്തിന്, പ്രഭാതത്തിലെ സന്ധ്യ, ആ സന്ധ്യാവന്ദനത്തിന് വേണ്ടി പുഴയിലേക്ക് പോകും. ഈ സമയം ഇന്ദ്രൻ ഗൗതമൻ്റെ രൂപത്തിൽ പ്രവേശിക്കുന്നു, അഹല്യയെ പ്രാപിക്കുന്നു. പാപം അഹല്യ അറിയുന്നില്ല, താനിങ്ങനെ ഒരു പാപത്തിന് പങ്കുചേരുകയാണ്. ഗൗതമൻ വാക്കിൻ്റെ അടുത്ത് നോക്കൂ, ഗൗരവം എന്നാണ് എൻ്റെ അർത്ഥം. ഏത് കാര്യത്തെയും ഗൗരവമായിട്ട് നമ്മൾ സമീപിക്കാനുള്ളൊരു മനസ്സ്, ആ മനസ്സ് ഇല്ലാത്തതുകൊണ്ടാണ് ആ ഗൗരവം തകർന്നു പോകുന്നില്ലേ പലരുടെയും ഇത്തരം കാര്യങ്ങളുള്ള തകർച്ചയുടെ കാര്യം. ഗൗതമൻ പെട്ടെന്ന് തിരിച്ചു വരും. കാര്യം പ്രഭാതമായില്ലെന്ന് മനസ്സിലായി. തിരിച്ചു വരുമ്പോൾ കാണുന്നത് തൻ്റെ ഭാര്യയെ പ്രാപിക്കുന്ന ഇന്ദ്രയാണ്. ഇന്ദ്രൻ തന്നെ പോലെ വേഷം കിട്ടിയിരിക്കും. ഘോര തപസ് ചെയ്ത ആളാണ് ഗൗതമൻ. വളരെ ഘോരമായൊരു ശാപം ഇന്ദ്രന് കൊടുത്തു. സഹസ്ര നേത്രനായി പോട്ടെ എന്ന് വെച്ചാൽ ദേഹം മുഴുവൻ വ്രണങ്ങൾ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഇന്ദ്രൻ വ്രണങ്ങൾ കൊണ്ട് നിവൃത്തിയില്ലാതെ ഓടി. അപ്പോൾ ചന്ദ്രനും കിട്ടി ശാപം, നീ ആവശ്യമില്ലാതെ ചീത്ത പേര് വെക്കും. അങ്ങനെ പിന്നെ അഹല്യക്കൊരു ശാപം കൊടുത്തു. അതാണ് അതിഘോരമായ ശാപല്യം. നീ ഒരു കല്ല് പോലെ ആയിപ്പോട്ടെ, അങ്ങനെ ഒരു ശിലയായി കിടക്കട്ടെ. പക്ഷേ പിന്നീട് അദ്ദേഹം ഒരു മോചനത്തിനൊരു വഴി പറഞ്ഞു കൊടുത്തു. ത്രേതായുഗത്തിൽ വരും ശ്രീരാമൻ എന്നൊരാൾ. അദ്ദേഹം ഇവിടെ വന്നിട്ട് നിന്നെ മോചിപ്പിക്കും. അതുവരെ ഈ മഴയും മഞ്ഞും ഒക്കെ സഹിച്ചുകൊണ്ട് നീ ഇവിടെ കിടന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഗൗതമൻ പോകും. ഇത് സത്യത്തിൽ അഹല്യയുടെ പക്ഷത്താണോ ശരി, ഗൗതമൻ്റെ പക്ഷത്താണോ ശരി എന്ന് നമ്മൾ തർക്കിച്ചാൽ ഒരുപാട് തർക്കിക്കേണ്ടി വരും. സത്യത്തിൽ അഹല്യ എന്ത് ചെയ്തു? അഹല്യ അറിഞ്ഞില്ലല്ലോ.
പക്ഷേ ഒരു ചോദ്യം അവിടെ ഗൗതമൻ ചോദിക്കുന്നുണ്ട്. സന്ധ്യാവന്ദനത്തിന് പോയ ഞാൻ, നീ കുറച്ചു കാലമായിട്ട് എന്നോട് ജീവിക്കില്ലേ, വർഷങ്ങളായിട്ട്, ആ ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിച്ച് മോഹിതനായി തിരിച്ചു വന്ന് നിന്നെ പ്രാപിക്കുന്നു വിചാരിച്ചോ? നിനക്ക് അല്പമെങ്കിലും സംശയം തോന്നൂല്ലേ? എൻ്റെ ഭർത്താവ് ഒരിക്കലും ഇത് ചെയ്യില്ലല്ലോ, അപ്പം നീ യഥാർത്ഥം മനസ്സിലാക്കിയില്ല. അതാണ് ഒരു കാര്യം. പക്ഷേ അഹല്യയെ കുറ്റം പറയാൻ പറ്റില്ല. അതിനകത്ത് എന്തായാലും ശ്രീരാമൻ വന്നു. കല്ലുപോലെ കിടക്കുകയാണ് അഹല്യ. അതിനു മുമ്പ് ഒരു ചെറിയൊരു സംഭവമുണ്ട്. അത് വാൽമീകി രാമായണത്തിലല്ല, മറ്റൊരു രാമായണത്തിലാണ്. ഈ അഹല്യ കല്ലുപോലെ കിടക്കുന്ന സ്ഥലത്ത് മൃഗങ്ങൾ പോലും പോകില്ല. അവിടെ എല്ലാ മൃഗങ്ങളും കണ്ണീരണിഞ്ഞാണ് കിടക്കുന്നത്. കാരണം ഈ ഒരു ശാപം കിട്ടിക്കിടക്കുന്ന സ്ത്രീയുടെ വേദന അതെല്ലാവർക്കും അറിയാം. എഴുത്തച്ഛൻ തന്നെ പറയുന്നത് ചലിക്കില്ല എന്നാണ്, കാറ്റ് പോലും. അപ്പോൾ അവിടെ നിന്ന് ഒരു യുവ ബ്രഹ്മചാരി ഇറങ്ങി വരുന്നു. വിശ്വാമിത്രൻ അദ്ദേഹത്തെ കണ്ടിട്ട് ഇങ്ങനെ വലിയ ഗുരുക്കന്മാരെ തൊഴുന്ന പോലെ തൊഴുതു നിന്നു. അപ്പോൾ അദ്ദേഹം ചിരിച്ചിട്ട് പോയി. അപ്പോൾ ശ്രീരാമൻ വിശ്വാമിത്രൻ ചോദിച്ചു, എന്താണ് ഈ ഒരു ബ്രഹ്മചാരിയെ കാണുമ്പോൾ അങ്ങ് എന്തിനാണ് തൊഴുന്നത്? അപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, അത് ആരാണെന്നറിയുമോ? അഹല്യയുടെ മകനാണ്. അവനറിയാം അമ്മ ചെയ്തത് തെറ്റല്ല. അവൻ അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ വരികയാണ്. അവൻ എന്നും വന്ന് കുറേ നേരം ഇവിടെ ഇരുന്ന് അമ്മയോട് അടുത്തിരുന്ന് സ്വാന്തനപ്പെടുത്തി കണ്ണുനീരോടുകൂടി അവന് പോവും. ഇതുവരെ ഒരു മഹത്വം ആർക്കാണുള്ള ലോകത്ത്. നോക്കൂ, അദ്ദേഹം പറയുന്നൊരു വാചകമാണ്, അമ്മയുടെ ചാരിത്രത്തിൻ്റെ തെളിവ് കൊടുക്കേണ്ടത് അച്ഛനല്ല മകനാണ്. മകൻ പറയുന്നു എൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതിനാണ് വിലയെന്ന് പറയും. ഓക്കെ, അതൊക്കെ നമുക്ക് തർക്കിക്കാവുന്ന കാര്യങ്ങളാണ്. എന്നാലും അത് നമ്മുടെ പൂർവ്വർ എന്തുമാത്രം ധർമാധർമ്മങ്ങളെക്കുറിച്ച് ചിന്തനം ചെയ്തിട്ടുള്ളൊരു തെളിവാണ്. എന്തായാലും ശ്രീരാമൻ ചെല്ലുന്നു. ആ ചെറിയൊരു പാറ കിടപ്പുണ്ട്. ആ പാറയുടെ അടുത്ത് നിന്ന് സാധാരണഗതി എന്താണ് ചെയ്യുക? പോയി പ്രാർത്ഥിച്ച് അമ്മയെ ഉണർന്നു വരൂ ഇതിൽ നിന്നൊക്കെ അല്ലേ. ഒന്നും രാമൻ ചെയ്യുന്നില്ല. രാമൻ ചെന്ന് ഒരൊറ്റ ചവിട്ട്. ആ ചവിട്ടിൽ നിന്നുകൊണ്ട് രാമൻ പറയുന്നു, രാമോഹം, ഞാൻ രാമനാണ്. അതുകൂടെ പറയണമെന്നില്ല, ഞാൻ ഈശ്വരനാണ്. അപ്പോഴാണ് അഹല്യയുടെ ആ പ്രതിമ മാറി അതിസുന്ദരി അഹല്യ വീണ്ടും പ്രത്യക്ഷപ്പെടും. ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു നോക്കൂ. നമ്മുടെ സാധകൻ്റെ വഴിയിൽ കാമം എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ പീഡിച്ച് കൊണ്ടുപോകുന്നൊരു സാധനം തന്നെയാണ്. പക്ഷേ കാമം വളരെ നാച്ചുറലായ കാര്യമാണ്. നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺസാണ്, അതൊക്കെ വർക്ക് ചെയ്യും. അത് സൃഷ്ടിക്കപ്പെട്ടാണ്. എനിക്കെങ്ങനെ കാമം തോന്നി എന്ന് പറഞ്ഞ് ദുഃഖിക്കേണ്ട ഒരു കാര്യവും സാധകനില്ല. അത് സ്വാഭാവികമാണ്. അല്ലാതെ ഇപ്പോൾ ലോഭം, പണത്തിനോടുള്ള മോഹം, അത് സ്വാഭാവികമല്ല, അത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയാണ്. കാമം, ക്രോധം, മോഹം, മതം, മാത്സര്യം എന്നൊക്കെ പറഞ്ഞില്ലേ, അതിൽ കാമം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ മനുഷ്യനും ഉണ്ടാവും. ദേഷ്യം എല്ലാവർക്കും ഉണ്ടാവും. മാനുഫാക്ചറേഴ്സ് കമാൻഡാണെന്ന് നമുക്ക് പറയാം. പക്ഷെ അതിനെ നിയന്ത്രിച്ചല്ലേ പറ്റുള്ളൂ. അതിന് ഗൗരവം വേണം. ആ ഗൗരവം ഇല്ലെങ്കിൽ അത് പൊളിഞ്ഞു പോകും. പക്ഷേ എന്ത് തെറ്റങ്ങനെ പറ്റിയാലും ഞാൻ ഈശ്വരനാണ് എന്ന് പറയുന്ന ആ ബോധം നിങ്ങളിൽ ഉദിക്കില്ലേ, അപ്പം അതൊക്കെ പോയി മറഞ്ഞു. സൂര്യൻ വരുമ്പോൾ നീളുകൾ അപ്രത്യക്ഷമാകുന്ന പോലെ. അങ്ങനെയാണ് വാൽമീകി അതിനിടെ അവതരിപ്പിക്കുന്നത്. ശരി, ഇത് രണ്ടും കഴിഞ്ഞിട്ടാണ് വിവാഹത്തിന് വേണ്ടി ശ്രീരാമനെ മിഥിലാപുരിയിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നത്, വിശ്വാമിത്രൻ കൊണ്ടുവന്നത്. നോക്കാം, നാളെ എല്ലാവരും ഉടുത്തൊരുങ്ങി ഇരിക്കുക. നാളെ നമ്മുടെ ശ്രീരാമൻ്റെ വിവാഹമാണ്. നമുക്കെല്ലാം പങ്കെടുക്കാം. ജ്ഞാനഹോ കൃതാർത്ഥയായേ ജഗന്നാഥ, നിന്നെ കാണായി വന്നത് മൂലമത്രയുമല്ല ചൊല്ലാം. പത്മജരുദ്രാദികൾ അപേക്ഷിതം പാദപത്മ സംലഗ്നമാം സുലേശമിന്നെനിക്കല്ലോ സിദ്ധിച്ചു ഭവൽ പ്രസാദതിരേകത്താലതിനെത്തുമോ ബഹുകൽപ്പകാലമാരാധിച്ചാലും. ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗൽപദേ, മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്ന ദേവൻ. ആനന്ദമയനോരതിമായികൻ പൂർണ്ണൻ, ന്യൂനാതിരേകശൂന്യൻ, അചലനല്ലോ ഭവാൻ. ത്വൽപാദാംബുജപാംസു പവിത്ര ഭാഗീരഥി, സർപ്പഭൂഷണ വിരിഞ്ചാദികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും ത്വൽപ്രഭാവത്താലല്ലോ. സിദ്ധിച്ചേനല്ലോ ജ്ഞാനം ത്വൽപാദ സ്പർശമിപ്പോൾ. പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തോ വർണ്ണിപ്പതു വൈകുണ്ഠം, കൽകുണ്ഠാത്മനം ദുർലഭമൂർത്തേ വിഷ്ണു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
രാമ രമാപതി രമ മർത്യനായി അവതരിച്ചൊരു പുരുഷം ദേവം ചിത്തമോഹനം രമണീയദേഹിനം രാമം ശുദ്ധമദ്ഭുതവീര്യം സുന്ദരം ധനുർധരം തത്വമദ്വയം സത്യസന്ധമാദ്യന്തഹീനം നിത്യമവ്യയം ഭജിച്ചിടുന്നേനിനി നിത്യം ഭക്തൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല യാതൊരു പാദാംബുജമാരായും ഇതുവേദം യാതൊരു നാഭി തന്നിലുണ്ടായി വിരിഞ്ചനം യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ ചേതസാ തത്സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേ നാരദമുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീ രമണനും ഭാരതീ ദേവി താനും ബ്രഹ്മലോകത്തിൽ നിന്നന്വഹം കീർത്തിക്കുന്നു കൽമഷഹരം രാമചരിതം രസായനം കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേ ആദ്യനദ്വയനേകനവ്യക്തനാകുലൻ വേദ്യനല്ലാരുമെന്നാലും വേദാന്തവേദ്യൻ പരമൻ പരാപരൻ പരമാത്മാവു പരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തി നാഥൻ പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതി സകല ചരാചര ഗുരു കാരുണ്യമൂർത്തി ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്ത്യാ ഭജിച്ചിടുന്നേ മനസ്സി ഞാൻ തിങ്ങിന ഭക്ത്യാ ഭജിച്ചിടുന്നേ മനസ്സി ഞാൻ ശ്രീരാമ രാമ ക്ലാസിക് ഫിലിംസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.